യുദ്ധം, പോർവിളികൾ, മിസൈലുകൾ. പശ്ചിമേഷ്യൻ മണ്ണ് വീണ്ടും കലുഷിതമാകുമ്പോൾ ആകാശത്തേക്ക് തീതുപ്പി ഒരു ബാലിസ്റ്റിക് മിസൈൽ പറന്നുയർന്നു. പക്ഷെ ഇത്തവണ ആ മിസൈലിന്റെ ദേഹത്ത് ശത്രുക്കൾക്കുള്ള സന്ദേശത്തിനപ്പുറം ഒരു താങ്ക് യു കൂടിയായിരുന്നു. അതും ആർക്കെന്നോ? നമ്മുടെ സ്വന്തം ഇന്ത്യക്കാർക്ക്. കേട്ടപ്പോൾ അമ്പരപ്പ് വേണ്ട. ഇതൊരു ട്വിസ്റ്റായി സംഭവിക്കുകയാണ് ഒരു മിസൈൽ സന്ദേശത്തിലൂടെ. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന ഈ വേളയിൽ യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾക്കിടയിൽ ഒരു നന്ദി പ്രകാശമായി മിന്നിമറയുമെന്നത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളോടുള്ള നന്ദി വാചകങ്ങൾ എഴുതി ചേർത്താണ് ഇറാൻ സൈന്യം ലോകത്തെ ഞെട്ടിച്ചത്. ഇന്ത്യൻ ജനതയ്ക്ക് നന്ദി. താങ്ക് യു ടു പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നെഴുതിയ ഒരു മിസൈലിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു. മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ഈ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. പോരാളികൾ സ്വന്തം കൈപ്പടയിൽ മാർക്കറുകൾ ഉപയോഗിച്ച് മിസൈലുകളിൽ സന്ദേശങ്ങൾ കുറിച്ചിടുന്നതിന്റെ ദൃശ്യങ്ങളും അതിവേഗം പ്രചരിച്ചു. വെറും ഒരു യുദ്ധോപകരണമായി മാത്രമല്ല, ലോകത്തോടുള്ള ഒരു വികാര പ്രകടനത്തിനുള്ള വേദിയായും ഇറാൻ മിസൈലുകളെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ലോകരാജ്യങ്ങളിലെ ജനതയ്ക്കുള്ള ഒരു നന്ദി പ്രകടനമായിരുന്നു ഈ മിസൈൽ സന്ദേശങ്ങൾ. ഇന്ത്യയെ കൂടാതെ സ്പെയിൻ, പാകിസ്ഥാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്കും സമാനമായ രീതിയിൽ ഇറാൻ നന്ദി അറിയിച്ചിട്ടുണ്ട്. വിക്ഷേപണ തറയിൽ വെച്ച് തന്നെയാണ് ഇറാൻ എയ്റോസ്പേസ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ഈ കുറിപ്പുകൾ എഴുതി ചേർത്തത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടരുന്നതിനിടയിലാണ് ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയത്. അതിനിടയിൽ കണ്ട ഈ നന്ദി മിസൈലുകൾ ലോകരാഷ്ട്രീയം മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലും ഒരുപോലെ സ്പർശിച്ചിട്ടുണ്ട്. യുദ്ധകാലത്തിലെ ഈ അപ്രതീക്ഷിത സ്നേഹപ്രകടനം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അതേസമയം പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായി തുടരുകയാണ്. ടെഹ്റാന്റെ മേഖലയിലുടനീളം ഇസ്രായേൽ മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട്. ഇറാനും തിരിച്ചടിച്ചു കഴിഞ്ഞു. അതേസമയം ഖോം മേഖലയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് പറയുന്നത്. അതേസമയം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയും ഇത്തരത്തിൽ ഇറാനെതിരെ പട നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. യുദ്ധം കുറച്ച് ദിവസത്തേക്ക് നിർത്തിയെന്ന് ട്രംപ് പറയുമ്പോഴും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ പോരടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ ഇറാനും നിരവധി മിസൈലുകളാണ് വർഷിച്ചത്. അതേസമയം ടെഹ്റാന്റെ വിവിധയിടങ്ങളിൽ തീപ്പൊരിയാണ് അല്പസമയത്തിന് മുമ്പ് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.